പ്രൈസ് ലോർഡ്. നമുക്ക് ദൈവവചനത്തിലേക്ക് നോക്കാം. ഇബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സ് 2. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അപ്പച്ച, ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് വരുവാൻ, അങ്ങയെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ ഒരവസരം തന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവേ, ചില നാളുകൾക്ക് ശേഷം അടിയനും കുടുംബമായിട്ട് ഇന്ന് ഈ ആലയത്തിൽ കടന്നു വന്ന പ്രിയ മക്കളോടുകൂടെ, ദൈവമക്കളോടുകൂടെ, കൂട്ടു സഹോദരങ്ങളോടുകൂടെ അങ്ങയെ സ്തുതിപ്പാൻ ഇടയാക്കിയതിനായിട്ട് സ്തുതിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് തന്ന ആരോഗ്യത്തിനായി സ്തോത്രം. അവിടുന്ന് എൻ്റെ രോഗക്കിടക്ക മാറ്റി വിരിച്ചതിനായി സ്തോത്രം. സൗഖ്യത്തോടെ വീണ്ടും കർത്താവെ എഴുന്നേറ്റ് നിന്ന് തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാൻ, തിരുവചനം ശുശ്രൂഷിപ്പാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ഇന്നടിയൻ സംസാരിക്കുമ്പോൾ ആത്മീയ വർധന വരുത്തുന്നതല്ലാത്ത ഒന്നും അടിയൻ്റെ വായിൽ നിന്ന് വരുവാൻ ഇടയാകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്നവർക്കത് അനുഗ്രഹമാക്കി മാറ്റണമേ. ബലഹീനനാണ് കർത്താവെ, എന്നാൽ ബലപ്പെടുത്തുന്ന അവിടുന്ന് കൂടെയുള്ളതിനായിട്ട് സ്തോത്രം. പിന്നെ പാദപീഠത്തെങ്കിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ദൈവനാമത്തിന് മഹത്വം. വീണ്ടും നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. കഴിഞ്ഞ ഒരു മാസക്കാലം ഞാൻ ശാരീരികമായിട്ട് സുഖമില്ലാത്തവനായിരുന്നു. ആശുപത്രിയിലായിരുന്നു. ഒരു ചെറിയ സർജറിയൊക്കെ കഴിഞ്ഞു. എന്നാൽ ഇന്ന് ദൈവം എന്നെ ആരോഗ്യത്തോടെ വീണ്ടും നിങ്ങളുടെ മുമ്പാകെ നിർത്തിയതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവത്തിൻ്റെ മഹാവലിയ കരുണയാൽ ദൈവം വീണ്ടും ആരോഗ്യം തിരിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗത്തിൽ നിന്നാണല്ലോ ഞാൻ വായിച്ചത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ്. അതിലെ ഒരു 2 വാക്കുകളും മാത്രമായി. യേശുവിനെ നോക്കുക. പ്രൈസ് ദ ലോർഡ്. യേശുവിനെ നോക്കുക. ഫിക്സ് യുവർ ഐസ് ഓൺ ജീസസ്. ലുക്ക് അറ്റ് ജീസസ്. യേശുവിനെ നോക്കുക. അപ്പോൾ ഇന്നത്തെ വിഷയം എൻ്റെ നോട്ടം എവിടെ എന്നുള്ളതാണ്. വേർ ഈസ് മൈ ഗെയ്സ്? എൻ്റെ നോട്ടം എവിടെ? ഈ ലോകത്തിൽ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന ഒത്തിരി കാര്യങ്ങളില്ലേ? എന്നാൽ അവയിൽ നമ്മുടെ മനസ്സിനെ തളച്ചിടുന്നതിന് പകരം ദൈവവചനം നമ്മളോട് പറയുകയാണ്, നമ്മുടെ ഹൃദയങ്ങളെ ആരിലേക്ക് നോക്കണം? കർത്താവിങ്കിലേക്ക് ഉറപ്പിക്കുവാൻ നാം ശ്രമിക്കണം. സ്തോത്രം. ഈ ലോകത്തിലേക്ക് നോക്കിയാൽ, എൻ്റെ പ്രശ്നങ്ങളിലേക്ക് നോക്കിയാൽ എനിക്കൊരു സ്വസ്ഥതയും കിട്ടത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. നമുക്ക് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, എന്തിനാ നമുക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം തന്നത്? ഒത്തിരി കാരണങ്ങളുണ്ട്. അതൊന്നിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രാഥമിക ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മെ നമ്മുടെ കർത്താവായ യേശുവിൽ നിരന്തരം വ്യാപൃതരാക്കുക എന്നുള്ളതാണ്. അത് ഒരു കൊട്ടേഷനായിട്ട് ഞാൻ ഇംഗ്ലീഷിൽ ഇങ്ങനെ വായിക്കാം. ദ പ്രൈമറി മിനിസ്ട്രി ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ടു കീപ്പ് us continually occupied with our Lord Jesus Christ. ആമേൻ. കർത്താവിങ്കിലേക്ക് നമ്മളെ നോക്കുവാൻ, കർത്താവിൽ നിന്ന് നോട്ടം മാറ്റുവാൻ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. എന്നാൽ കർത്താവിങ്കിലേക്ക് നമ്മുടെ നോട്ടം എപ്പോഴും ഉറപ്പിച്ചു നിർത്തുവാൻ നമ്മളെ സഹായിക്കുന്നത് ആരാ? കൂട്ടു സഹോദരങ്ങളാണോ? ചർച്ചാണോ?
അല്ല, നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യേശുവിലേക്ക് നോക്കുവാൻ. നമ്മുടെ നോട്ടം മാറിപ്പോകുമ്പോൾ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും, യേശുവിനെ നോക്ക്, യേശുവിനെ നോക്ക്. നമ്മുടെ പ്രശ്നങ്ങളിൽ നമ്മുടെ കണ്ണുകൾ, ആത്മാവിൻ്റെ കണ്ണുകൾ ഉറപ്പിക്കുമ്പോൾ നമുക്ക് നിരാശ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എനിക്കറിയാം, ഇവിടെ ഇരിക്കുന്ന പലർക്കും അതിനോട് താതാത്മ്യപ്പെടാനായിട്ട് സാധിക്കും. നിങ്ങൾ പ്രശ്നങ്ങളിലേക്ക് നോക്കിയപ്പോൾ നിങ്ങൾക്ക് നിരാശയല്ലേ ഉണ്ടായത്? സ്തോത്രം. ആരെങ്കിലും പ്രശ്നത്തിലേക്ക് നോക്കി പ്രകാശിതരായിട്ടുണ്ടോ? ഇല്ല. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം. അപ്പോൾ യേശുവിലേക്ക് നോക്കിയാൽ മാത്രമേ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കൂ, നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രകാശം വരൂ, നമുക്ക് സന്തോഷവും സമാധാനവും ലഭിക്കത്തുള്ളൂ. നമ്മുടെ ദൃഷ്ടി നിരന്തരം കർത്താവിലാണെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളിലും ഒരു നോട്ടം മാത്രം മതിയാവും. ഇംഗ്ലീഷിൽ 2 വാക്കുകളുണ്ട്, ഗെയ്സ് ആൻഡ് ഗ്ലാൻസ്. കുഞ്ഞുങ്ങൾക്കറിയാം, ഗെയ്സ് ആൻഡ് ഗ്ലാൻസ്. യു നോ വാട്ട്സ് ദ ഡിഫറൻസ്? ഹാപ്പി ചിൽഡ്രൻസ് ഡേ. You know the difference between gaze and glance? Who can tell me? Okay. I'm a teacher basically, so that's why I ask you questions. Okay. ആർക്കെങ്കിലും പറയാമോ? ഗെയ്സും ഗ്ലാൻസും. യെസ്. Yeah. Very good. Hallelujah. Give her a clap. Hallelujah. See, gaze is when you continuously look at something. That is gazing. ഉറ്റുനോട്ടം എന്ന് മലയാളത്തിൽ പറയും, ഉറ്റു നോക്കുക. മറ്റേത് എത്തിനോട്ടമാണ്, ഇങ്ങനെ നോക്കുക. ഗ്ലാൻസ്, നമ്മൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. നമ്മൾ യേശുവിലേക്ക് ഗെയ്സ് ആണോ ഗ്ലാൻസ് ആണോ? പലപ്പോഴും നമ്മൾ ഈ പ്രശ്നം വരുമ്പം ഒന്ന് കർത്താവിലേക്ക് നോക്കും, പിന്നെ മറ്റു കാര്യങ്ങളിലോട്ടാണ് നമ്മുടെ ഗെയ്സ്, അല്ലേ? So we glance at Jesus and gaze at things and people. പക്ഷെ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, you gaze at Jesus, look upon Jesus continuously and glance at other things. മറ്റു അതിലേക്കൊന്നും നോക്കണ്ടെന്ന് പറയുന്നില്ല, പക്ഷേ ഒരു എത്തിനോട്ടം മതി. If our gaze is continually upon the Lord Jesus, we need only glance at all else. യേശുവിലേക്കാണ് നമ്മുടെ നോട്ടമെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് ഒരു എത്തിനോട്ടം മാത്രം മതിയാകും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ നോട്ടം ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ, എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലേക്കാണെങ്കിൽ അതെൻ്റെ പ്രാർത്ഥനയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിഷയങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ഇങ്ങനെ എണ്ണി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരല്ലേ, അല്ലേ? അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഗെയ്സ് ഈ ലോകത്തിലെ കാര്യങ്ങളിലും നമ്മുടെ പ്രശ്നങ്ങളിലുമാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ അത് ഡോമിനേറ്റ് ചെയ്യും. നമ്മൾ ദൈവത്തോട് പറയും, കർത്താവേ, എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഞാൻ നോക്കിക്കാണുന്ന കാര്യങ്ങളെല്ലാം കർത്താവിനോട് ഇങ്ങനെ പറയും. വി ടെൽ ജീസസ് വാട്ട് വി സീ ആൻഡ് വാട്ട് നീഡ്സ് ടു ബി ഡൺ. എൻ്റെ ജീവിതത്തിൽ കർത്താവേ, നീ ഇത് ചെയ്യണം, അത് ചെയ്യണം. ഇതൊക്കെ ദൈവത്തോട് പറയും. തെറ്റൊന്നും അല്ല കേട്ടോ, ഞാൻ തെറ്റായിട്ട് പറയുകയല്ലത്. അതെപ്പോഴാണെന്നറിയാമോ? എൻ്റെ നോട്ടം ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ, എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലേക്ക്, എന്നിലേക്ക് തന്നെ ആകുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ വിഷയങ്ങൾ എണ്ണി ദൈവത്തോട് പറയുകയും അതിന് മറുപടി തരാൻ ദൈവത്തോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. എന്നാൽ എൻ്റെ നോട്ടം യേശുവിലേക്കാണെങ്കിൽ, if our gaze is upon the Lord, we will ask him to interpret the situation from his viewpoint. എൻ്റെ നോട്ടം യേശുവിലേക്കാണെങ്കിൽ എനിക്കൊരു പ്രശ്നം വരുമ്പോൾ ഞാൻ യേശുവിനോട് പറയും, കർത്താവേ, ഐ എം ഗോയിങ് ത്രൂ ദിസ് സിറ്റുവേഷൻ റൈറ്റ് നൗ, ക്യാൻ യു ഇൻറ്റർപ്രറ്റ് ഇറ്റ് ഫോർ മീ? കർത്താവേ, നീ ഇത് എനിക്കൊന്ന് വിശദീകരിച്ച് തരുമോ? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നത്തെ നീ ഇപ്പോൾ അനുവദിച്ചത്? Can you tell me about it from your viewpoint? അങ്ങയുടെ വീക്ഷണത്തിൽ അതെന്തിനാ എനിക്ക് തന്നത്? ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഇത് പറയുന്നത്. ഞാൻ അതിലേക്ക് വരാം.
എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ പ്രശ്നത്തിലേക്ക് നോക്കി, കർത്താവേ എന്തിനാണ് എനിക്ക് ഈ പ്രശ്നം തന്നത്, എന്തിനാണ് എനിക്ക് ഈ അവസ്ഥ തന്നതെന്ന് ചോദിച്ച് അതിന് പരിഹാരമല്ല ദൈവത്തോട് ചോദിക്കേണ്ടത്. ദൈവത്തോട് ചോദിക്കണം, കർത്താവേ നീ എനിക്കൊരു പ്രയാസം തന്നു, ഐ അക്സെപ്റ്റ് ഇറ്റ്, ബട്ട് ഐ വാണ്ട് ടു നോ വൈ. എനിക്കറിയണം, വാട്ട് ഡു യു വാണ്ട് മീ ടു ഡു നൗ. നിന്റെ ഹിതം എന്താണെന്ന് എന്നെ അറിയിക്കണമേ. ഈ അവസ്ഥയിൽ കൂടെ ഞാൻ കടന്നു പോകുവാൻ എങ്ങനെ ഇത് കടന്നു പോകണമെന്ന് എന്നോട് അറിയിക്കണമേ. നിന്റെ ഹിതം എന്താണെന്ന് എന്നെ പഠിപ്പിക്കണമേ. അങ്ങ് ഇതിൽ കൂടെ കാണുന്നത് നമുക്കറിയില്ല. എനിക്കൊരു അസുഖം വരുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ ഇതാ എൻ്റെ അവസാനം. പക്ഷേ ദൈവം അതിനപ്പുറത്ത് ഏതോ ഒന്ന് നന്മ ഒരുക്കിയിട്ടുണ്ട്. അത് കാണുവാൻ തക്കവണ്ണം എൻ്റെ കണ്ണുകൾ ആരിലേക്കായിരിക്കണം? യേശുവിങ്കിലേക്കായിരിക്കണം. അപ്പോൾ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും, മകനെ നിനക്ക് ഞാൻ ക്യാൻസർ തന്നത് ഇന്ന കാര്യത്തിനാണ്, നിനക്ക് ഈ സാമ്പത്തിക പ്രതിസന്ധി തന്നത് ഇന്ന ഉദ്ദേശത്തോടു കൂടിയാ, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, എനിക്ക് നിന്നെക്കുറിച്ചൊരു ഒരു ഹിതമുണ്ട്. നമ്മൾ ആ ഹിതം ദൈവത്തോട് ചോദിക്കത്തില്ല, ഈ പ്രശ്നം എങ്ങനെയും ഒന്ന് പരിഹരിച്ച് തരണേന്നാണ് നമ്മൾ ചോദിക്കുന്നത്, അല്ലേ? ഐ വാണ്ട് ദിസ് ചർച്ച് to turn to Jesus full time. അവങ്കിലേക്ക് കണ്ടിന്യൂസ്ലി ലുക്ക് ഔട്ട് ജീസസ്. നമ്മുടെ കർത്താവ് ആരാ? അവൻ നമ്മുടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ, നമ്മുടെ ഈ ചെറിയ പ്രശ്നങ്ങളെക്കാൾ എത്രയോ വലിയവനായ എൻ്റെ ദൈവം. അവൻ്റെ വഴികൾ നമ്മുടെ വഴികളല്ല, അവൻ്റെ വിചാരങ്ങൾ നമ്മുടെ വിചാരങ്ങളല്ല. ഓ സ്തോത്രം. അതുകൊണ്ട് കർത്താവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി, കീപ് യുവർ ഗേസ് അപ്പോൺ ജീസസ്. അപ്പോൾ അവൻ അഗോചരമായ കാര്യങ്ങൾ എനിക്കും നിനക്കും പറഞ്ഞു തരും. ആ ഒരു ഷെല്ലിൽ നിന്ന് നമ്മളൊന്ന് പുറത്തു പോവാ. ഈ പ്രശ്നങ്ങളൊന്നും സാരമില്ലെന്നേ. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ പ്രതിസന്ധികളെയൊക്കെ നമുക്ക് അതിജീവിച്ച് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കോറി ടെൻ ബൂം എന്ന് പറയുന്ന ഒരു ദൈവദാസി ഉണ്ടായിരുന്നു. അവരെ ഈ രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ജർമ്മനിലെ നാസി പട്ടാളത്തിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ തടവിൽ കഴിയുകയാണ്. ഈ നാസി പട്ടാളക്കാരെ അവർ വല്ലാതെ ഉപദ്രവിക്കും ഇവരെ. എല്ലാ ദിവസവും രാവിലെ ഈ തടവ് പുള്ളികളെ എല്ലാം പുറത്തു കൊണ്ടുവരും. അതും ഭയങ്കര തണുപ്പത്ത്, തണുത്ത കാറ്റ് വീശുന്ന ഐസ് പോലെയുള്ള തണുത്ത അന്തരീക്ഷത്തിൽ ഇവരെ നിർത്തും. ഇവരെ നഗ്നരായി നിർത്തിയിട്ട് റോൾ കോൾ നടത്തും. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചാടിപ്പോയിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടി എണ്ണമെടുക്കും. 3, 4, 5 മണിക്കൂർ നേരം ഇവരെ ഈ തണുപ്പത്ത് നിർത്തും. എന്നിട്ട് ഈ പട്ടാളക്കാർ ചില തടവുകാരെ വല്ലാതെ മർദ്ദിക്കും, അവരെ അടിക്കും. ഈ ഉപദ്രവിക്കുന്നത് കണ്ട് സഹിക്കാൻ പറ്റത്തില്ല. അതുപോലെയുള്ള കൊടിയ പീഡനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കോറി ടെൻ ബൂം അവരുടെ മുൻപിൽ നിൽക്കുന്ന പടയാളികളെ, തടവ് പുള്ളികളെ, അത് യഹൂദന്മാരായതെല്ലാം നമുക്കറിയാമല്ലോ. കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നടന്ന കാര്യങ്ങളൊക്കെ. ലക്ഷക്കണക്കിന് യഹൂദന്മാരെ അവർ കൊന്നൊടുക്കി. അങ്ങനെ യഹൂദന്മാരെ, പുരുഷന്മാരെയും സ്ത്രീകളെയും ഇവർ ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് ഇവരുടെ മനസ്സങ്ങ് വല്ലാതെയായി. ആ ക്രൂരത കണ്ടിട്ട് ഇവരുടെ മനസ്സ് തകർന്നു. അപ്പോഴാണ് പെട്ടെന്നൊരു വാനമ്പാടി, സ്കൈലാർക്ക്, ഒരു വാനമ്പാടി പാടിക്കൊണ്ട് ആകാശത്തിൽ ഇവർ നിൽക്കുന്നതിൻ്റെ മുകളിൽ ഇങ്ങനെ പാട്ടുപാടിക്കൊണ്ടിങ്ങനെ അത് ഗാനം ആലപിച്ചുകൊണ്ട് ഈ വാനമ്പാടി ചുറ്റി പറക്കാൻ തുടങ്ങി. അപ്പോൾ ഈ തടവ് പുള്ളികളെല്ലാവരും മുകളിലേക്ക് നോക്കി. അവരാ ക്രൂരതയിൽ നിന്ന്, അവിടെ നടക്കുന്ന കൊടും ക്രൂരതയിൽ നിന്ന്, പീഡനത്തിൽ നിന്ന് അവരുടെ കണ്ണുകളെ ദൈവം പെട്ടെന്ന് ആകാശത്തിലേക്ക് ഉയർത്തി. അവരാ മനോഹരമായി പാടുന്ന പക്ഷിയുടെ ഗാനം ശ്രവിക്കാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് കോറി ടെൻ ബൂമിൻ്റെ മനസ്സിൽ ഒരു ദൈവവചനം ഓർമ്മ വന്നു. 103-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാം വാക്യം. For as high as the heavens are above the earth, so great is his love for those who fears him. For those who fear him. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനെയാ ദയ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, സ്റ്റെഡ് ഫാസ്റ്റ് ലവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അവൻ്റെ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ. ഇവിടെ കാണുന്നത് എന്തുവാ? ക്രൂരതയാ. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ ദയ, അവൻ്റെ കരുണ, അവൻ്റെ സ്നേഹം എത്ര വലുതായിരിക്കുന്നുവെന്ന് ആ സങ്കീർത്തനത്തിൽ കൂടെ ഉടനെ ദൈവം ഓർപ്പിച്ചു. ഒരു കാരണം എന്താ? ആ സ്കൈലാർക്ക്. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, എന്നും ഈ പീഡനം നടക്കുമ്പോൾ എല്ലാ ദിവസവും രാവിലെ ഈ സമയമാകുമ്പോൾ ദൈവം ആ പക്ഷിയെ അയക്കും. ഈ തടവുപുള്ളികൾ മുകളിലേക്ക് നോക്കും. അവരുടെ ചുറ്റും കാണുന്ന ക്രൂരതയിൽ നിന്ന് അവരുടെ കണ്ണുകളെ സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവസ്നേഹത്തിൻ്റെ നദിയിൽ, അതിൻ്റെ സമുദ്രത്തിൽ ആറാടിക്കുവാൻ തക്കവണ്ണം ദൈവം അവരെ സഹായിച്ചു. ഞാൻ എന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചാൽ, നമ്മുടെ ചുറ്റും പ്രതികൂലങ്ങളാ, പ്രശ്നങ്ങളാ. എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങള്, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങള്, പ്രശ്നങ്ങള്. പക്ഷെ ഈ പ്രശ്നത്തിൻ്റെ നടുവിലും നിരാശപ്പെടാതെ അവങ്കിലേക്ക് നോക്കുക. Look at Jesus. Let your gaze be on Jesus. Hallelujah. ഓ, ദൈവത്തിൻ്റെ സ്നേഹം എത്ര ആഴമേറിയതും മഹത്തരവുമാണ്. അത് മനുഷ്യ സ്നേഹത്തെക്കാൾ എത്ര ആഴമേറിയതാണെന്ന് കോറി ടെൻ ബൂം കുറിച്ചു വെച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ദൈവദാസൻ ഇപ്രകാരം പറഞ്ഞു, you will be upset if you look at people too much. നിങ്ങൾ മനുഷ്യരെ കൂടുതലായിട്ട് ഗെയ്സ് ചെയ്താൽ, മനുഷ്യരിലേക്ക് നോക്കിയാൽ, മനുഷ്യരെ നോക്കണ്ട എന്നല്ല, നോക്കണം, പക്ഷെ മനുഷ്യരെ മാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ യു വിൽ ബി അപ്സെറ്റ്. അല്ലേ? നമ്മൾ അസ്വസ്ഥരാകും. ഇഫ് യു ലുക്ക് അറൗണ്ട്, ചുറ്റുപാടും നോക്കിയാൽ, യു വിൽ ബി ഡിസ്ട്രാക്റ്റഡ്. നിങ്ങളുടെ മനസ്സ് വ്യതിചലിച്ചു പോകും. ഇഫ് യു ലുക്ക് വിതിൻ യുവർ സെൽഫ്, നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കിയാൽ, യു വിൽ ബി ഡിസ്കറേജ്ഡ്. സത്യമില്ലയോ? എൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ എനിക്കങ്ങ് നിരാശയാ. സ്തോത്രം. മനുഷ്യരിലേക്ക് നോക്കിയാൽ നമുക്ക് അസ്വസ്ഥത, ചുറ്റുപാടിലേക്ക് നോക്കിയാൽ ആകെ അപ്സെറ്റായി. പിന്നെ എങ്ങോട്ടാണ് നമ്മൾ നോക്കേണ്ടത്? അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, എന്നാൽ യേശുവിലേക്ക് നോക്കിയാൽ യു വിൽ ഡെവലപ്പ് കോൺഫിഡൻസ് ആൻഡ് പീസ്. നമുക്കൊരു ആത്മവിശ്വാസം, അതിനെ ഞാൻ കോൺഫിഡൻസ് എന്നല്ല വിളിക്കുന്നത്, ഞാൻ വിളിക്കും അതിനെ ഗോഡ്ഫിഡൻസ് എന്ന് വിളിക്കും. സ്തോത്രം. യു നോ വാട്ട് ഈസ് ഗോഡ്ഫിഡൻസ്? കോൺഫിഡൻസ് ഈസ് ദാറ്റ് ട്രസ്റ്റ് ഇൻ യുവർ സെൽഫ്. നിങ്ങളിൽ തന്നെയുള്ള ഒരു വിശ്വാസമാണ്. എന്നാൽ ദൈവമക്കൾക്ക് കോൺഫിഡൻസ് അല്ല വേണ്ടത്. യു നീഡ് ടു ഹാവ് ഗോഡ്ഫിഡൻസ്. ദൈവത്തിലുള്ള ആശ്രയമാണ്. സ്തോത്രം. ദൈവത്തിലുള്ള ആ ഒരു ആത്മവിശ്വാസം, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം, ഗോഡ്ഫിഡൻസ്. യെശയ്യാപ്രവചനം 26-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം അത് തന്നെയാണ് നമ്മളോട് പറയുന്നത്. യു വിൽ കീപ് ഹിം ഇൻ പെർഫെക്റ്റ് പീസ് ഹൂസ് മൈൻഡ് ഈസ് സ്റ്റേയ്ഡ് ഓൺ യു ബിക്കോസ് ഹി ട്രസ്റ്റ്സ് ഇൻ യു. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. പൂർണ്ണ സമാധാനം വേണോ അതോ ഭാഗിക സമാധാനം മതിയോ? ഇഫ് യു വാണ്ട് പെർഫെക്റ്റ് പീസ്, എന്ത് ചെയ്യണം? സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നുണ്ട്. കർത്താവിൽ ആശ്രയം വെച്ചാൽ എനിക്ക് സമാധാനം ലഭിക്കും. സ്തോത്രം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ സമയം നിരാശയിലും അസമാധാനത്തിലുമാണെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ലുക്ക് അറ്റ് ജീസസ്. അവൻ ഒരിക്കലും നിരാശപ്പെടുത്തത്തില്ല. അവൻ ഒരിക്കലും നിന്നെ ലജ്ജിപ്പിക്കുകയില്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ അവൻ അനുവദിച്ചില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഈ വിഷയം നിങ്ങളോട് സംസാരിക്കാനുള്ള പ്രത്യേക കാരണമുണ്ട്. ഞാൻ വ്യക്തിപരമായി ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കർത്താവിലേക്ക് നോക്കുന്നതോടൊപ്പം ഈ മനുഷ്യരിലേക്ക് നോക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. സ്തോത്രം. I used to look at people. I used to expect so many things from people. മനുഷ്യരിൽ നിന്ന് ഞാൻ പലതും പ്രതീക്ഷിച്ച ഒരാളാണ്. എന്താണെന്നറിയത്തില്ല, അങ്ങനെ ആയിരുന്നു എൻ്റെ ഒരു അപ്ബ്രിങ്ങിങ്. ദൈവത്തിൽ നോക്കും, പക്ഷെ മനുഷ്യരിലും ഞാൻ നോക്കുന്നൊരു സ്വഭാവക്കാരനായിരുന്നു. അടുത്തിടെ എനിക്കൊരു സർജറിയുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റായി. ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി. എൻ്റെ ലിവറിലൊരു ട്യൂമർ കണ്ടുപിടിച്ചു. ആ ട്യൂമർ ക്യാൻസറസ് ആയിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു അത് റിമൂവ് ചെയ്യണം. ഓക്കെ, എൻ്റെ ജീവിതത്തിൽ
ആദ്യമായിട്ടാണ് ഞാനൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആവുന്നത്. ഒരു പുതിയ അനുഭവമായിരുന്നത്. ഈ അസുഖം മറ്റുള്ളവർക്ക് വരുമ്പോൾ നമുക്കതിൻ്റെ സീരിയസ്നെസ് അറിയത്തില്ല. എന്നാലും നമ്മൾ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമെങ്കിലും വെൻ ഇറ്റ് റിയലി ഹാപ്പൻസ് ടു യു, യു നോ ദ ഗ്രാവിറ്റി, അല്ലേ? അതിൻ്റെ ആ ഒരു തീവ്രത, അതിൻ്റെ ഗൗരവം, അതിൻ്റെ വേദന നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് വരുമ്പോഴാണ്. അതുകൊണ്ട് ഇന്ന് ആ സമാനമായ അനുഭവങ്ങൾ കൂടെ കടന്നു പോകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോഴേ നമുക്ക് കൂടുതൽ ഇതിൽ പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. സ്തോത്രം. അപ്പോഴേ ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു അനുഭവത്തിൽ കൂടെ കടന്നുപോയി, ആകെ തകർന്നുപോയി. എങ്കിലും ദൈവം കൂടെ ഇരുന്ന് ബലപ്പെടുത്തി സഹായിച്ചു. ദൈവമക്കളെ പലരെയും ഞാൻ ഈ വിവരം അറിയിച്ചു. അറിഞ്ഞവരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും ഞാൻ ഈ സമയം നന്ദി പറയാൻ എടുക്കുകയാണ്. എല്ലാവരും സഭയായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. കൂട്ടായ്മകളിൽ ഇൻ്റർസെസറി പ്രെയറിലൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, എനിക്കറിയാം. നേരിട്ട് എല്ലാവരെയും വിളിച്ച് പറയാനൊന്നും എനിക്ക് പറ്റിയില്ല. പക്ഷേ പാസ്റ്ററിൽ കൂടെ എല്ലാവരും അത് അറിഞ്ഞിരുന്നു. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും നന്ദി പറയുകയും നിങ്ങളോടുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. വീണ്ടും ആരോഗ്യത്തോടെ ബലത്തോടെ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാൻ എന്നെ സഹായിച്ചത് ദൈവത്തിൻ്റെ കൃപയാണ്, നിങ്ങളുടെ പ്രാർത്ഥനയാണ്. തുടർന്ന് എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. നോർമൽ ഹെൽത്തിലേക്ക് ഇതുവരെ വന്നിട്ടില്ല, ബട്ട് ദൈവം അത് കൊണ്ടുതരും. ദൈവം അത് തരും. പഴയ രീതിയിലേക്ക് തന്നെ ദൈവം എന്നെ കൊണ്ടുവരും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഈ മനുഷ്യരിലേക്ക് നോക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടെന്ന്. അപ്പം ഞാൻ ഈ ആശുപത്രിയിലെ സർജറിയുടെ ദിവസം രാവിലെ ഇവിടുന്ന് സർജറിയുടെ തലേ ദിവസം ഞാൻ അഡ്മിറ്റായി. കിംസ് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോഴേ രാവിലെ പോകുമ്പോൾ ദൈവം എനിക്കൊരു വചനം തന്നു. അഡ്മിഷൻ്റെ തലേ ദിവസം എനിക്ക് തന്ന വചനം, എന്നെ ബലപ്പെടുത്തിയ വചനം, അത് 2 തിമോത്തിയോസ് 2:1. ദൈവം എന്നോട് സംസാരിച്ചു, വ്യക്തമായിട്ട് സംസാരിച്ചു. എൻ്റെ മകനെ ക്രിസ്തുവേശുവിലുള്ള കൃപയിൽ ശക്തിപ്പെടുക. ഇതുപോലെ ഹല്ലേലൂയ, ക്രിസ്തുവേശുവിലുള്ള കൃപയിൽ ശക്തിപ്പെടുക എന്നൊരു വചനം തന്നെ എന്നെ ഉറപ്പിച്ചിട്ടാ എന്നെ ഹോസ്പിറ്റലിലേക്ക് ദൈവം കൊണ്ടുപോകുന്നത്. മൈ സൺ, മൈ ഡോട്ടർ എന്ന് പോലുമല്ല, മൈ സൺ തന്നെ വിളിച്ച എന്നോട് സംഭവം ദൈവം. മൈ സൺ, ബി സ്ട്രോങ് ഇൻ ദ ഗ്രേസ് ദാറ്റ് ഈസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ഈ ബലത്തോടെ ഞാൻ അഡ്മിറ്റായി. എനിക്കിതിൽ കൂടുതലൊന്നും വേണ്ട. പക്ഷേ ആശുപത്രി കിടന്ന് ആ ദിവസം ഞാൻ വിചാരിക്കുക, അവരെന്നെ വിളിച്ചില്ലല്ലോ, ഇന്നാരെന്നെ വിളിച്ചില്ലല്ലോ. ഈ വിവരം അറിഞ്ഞിട്ടും ചില വ്യക്തികളെയൊക്കെ ഞാൻ വിചാരിച്ചു അവരെന്നെ ഒന്ന് വിളിക്കുമായിരിക്കുമെന്ന്. അവരാരും വിളിച്ചില്ല. അവർ വിളിക്കാതിരിക്കാനുള്ള കാരണം പിന്നീട് ഞാൻ അറിഞ്ഞു. അതൊക്കെ പിന്നെ പറയാം. സ്തോത്രം. അവരുടെ കുഴപ്പമല്ല. പക്ഷെ എൻ്റെ മനസ്സിൽ, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ, ആരെ കുറ്റപ്പെടുത്താനല്ല, എൻ്റെ മനസ്സിൽ ഈ ചിന്തകൾ ഇങ്ങനെ കൊണ്ട് വരാൻ തുടങ്ങി. എന്നാലും അവരെന്നെ ഒന്ന് വിളിച്ചില്ലല്ലോ. ഞാൻ വിചാരിച്ചു ഇനി സർജറിക്ക് കൊണ്ടുപോകുന്ന അടുത്ത ദിവസം രാവിലെയെങ്കിലും ആരെങ്കിലും ഒക്കെ ഒന്ന് വിളിക്കും, എന്നെ ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചയക്കാൻ കാണുമെന്നൊക്കെ വിചാരിച്ചു. ഒറ്റയ്ക്ക് കിടക്കുക. ഞങ്ങളെ വിളിക്കാനും ഞങ്ങളെ ആശ്വസിപ്പിക്കാനും ഞങ്ങൾക്ക് മക്കളൊന്നുമില്ല. അപ്പം ഞാൻ മക്കളെന്ന് കരുതിയവർ, എൻ്റെ കൂടപ്പിറപ്പുകൾ, അവർ പോലും ഒന്ന് വിളിക്കുന്നില്ല, അവർ പോലും ഒന്ന് വിളിച്ചന്വേഷിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ മനസ്സിനകത്തൊരു വിഷമം. ഇതൊക്കെ പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ കുഴപ്പമാണെന്നാണ്. കാരണം ഐ ലുക്ക്ഡ് അറ്റ് പീപ്പിൾ. ഞാൻ മനുഷ്യരിലേക്കാണ് നോക്കിയത്. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നീ പൊയ്ക്കോ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. ആ അമിത ബലത്തോടെ നീ പൊയ്ക്കോ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. പക്ഷേ എനിക്കപ്പോഴും മനുഷ്യരുടെ ഒരു തലോടല്, ഒരു സാന്ത്വനം, ഒരു ഫോണിൽ കൂടെയുള്ള ഒരു പ്രാർത്ഥന, ഇതിലൊക്കെ ഞാൻ അങ്ങ് ആശ്രയിച്ചു. അതൊക്കെ നല്ലതാ, വേണ്ടതാ, കിട്ടിയ സന്തോഷം. പക്ഷേ ദൈവം എന്നോട് പറഞ്ഞു, അതൊന്നും ഞാൻ നിനക്ക് തരത്തില്ല, നീ ഒറ്റയ്ക്ക് പോയാൽ മതി, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. ഞാൻ പിന്നീട് വിചാരിക്കുകയായിരുന്നു, ചിലപ്പം വിളിക്കണമെന്ന് ആഗ്രഹിച്ചവരെ പോലും ദൈവം തടഞ്ഞു കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നീ വിളിക്കണ്ട. ചിലപ്പം വിളിക്കാനായിട്ട് ഫോൺ എടുത്തവരെ കാണുമായിരിക്കും, എന്നെ കേൾക്കുന്ന ആരെങ്കിലും. പിന്നെയും വിചാരിച്ച് കാണും, ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരന് ബുദ്ധിമുട്ടാകുമോ, ആശുപത്രി കിടക്കുമല്ലയോ, ഫോൺ എടുക്കുമോ, ഇനി ഫോൺ സ്വിച്ച് ഓഫ് എന്നൊക്കെ വിചാരിച്ച് പലരും മനഃപൂർവ്വം ആഗ്രഹം ഉണ്ടെങ്കിലും വിളിക്കാഞ്ഞതായിരിക്കാം. പക്ഷെ എൻ്റെ മനസ്സിനകത്ത് ഇതിങ്ങനെ അങ്ങോട്ട് തികട്ടി വരിക, എന്നാലും അവരെന്നെ എങ്ങനെ വിളിച്ചില്ലല്ലോ, എല്ലാവരും അവരെന്നെ വിളിച്ചില്ലല്ലോ, ഒന്ന് പ്രാർത്ഥിച്ചില്ലല്ലോ. എൻ്റെ മനസ്സിൽ ഇതൊരു അസ്വസ്ഥതയായിട്ട് ഇങ്ങോട്ട് വളരാൻ തുടങ്ങി. അപ്പോഴേ ആ ആശുപത്രി കിടക്കയിൽ സർജറി കഴിഞ്ഞ് എന്നെ കൊണ്ടുവന്ന് രാവിലെ 8:30 സർജറിക്ക് കയറ്റി. ഒരു വൈകുന്നേരം ആയപ്പോഴാണ്, സന്ധ്യ ആയപ്പോഴാണ് എന്നെ റൂമിൽ കൊണ്ടുവരുന്നത്. ICUലൊക്കെ ആയിരുന്നു.
ഡോക്ടർ ജെറി ഇവിടെ ഇരിപ്പുണ്ട്. എന്നും വന്ന് ഞങ്ങളെ കാണുകയും ഞങ്ങളെ സന്ദർശിക്കുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്ത ജെറിക്കാട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ആശുപത്രിയിൽ തന്നെ ദൈവം അങ്ങനെ പലരെയും ഒരുക്കിയാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എൻ്റെ ഈ കൂടപ്പുറപ്പുകൾ, പ്രിയപ്പെട്ടവരൊക്കെ എന്നെ വിളിക്കാതിരുന്നപ്പോൾ എനിക്ക് ഉള്ളിൽ ഒരു പരിഭവം തോന്നി. ദേഷ്യമൊന്നുമല്ല, ഒരു പരിഭവം തോന്നി. അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, നിനക്ക് ഞാനുണ്ട്, നീ മനുഷ്യരിലേക്ക് നോക്കണ്ട, നിന്നെ ഈ അവസ്ഥയിൽ കൂടെ കടത്തിവിട്ടത് ഞാനാ, എനിക്കതിലേക്ക് പ്രത്യേക ഒരു ഉദ്ദേശമുണ്ട്. നീ എന്നിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നതിന് വേണ്ടി, നീ എന്നിൽ മാത്രം ആശ്രയിക്കുന്നതിന് വേണ്ടി, നീ എന്നെ മാത്രം ഗെയ്സ് ചെയ്യുന്നതിന് വേണ്ടി, നീ എന്നിൽ മാത്രം നോക്കുന്നതിന് വേണ്ടി നിന്നെ ഈ അനുഭവത്തിൽ കൂടെ ഞാൻ കടത്തിവിട്ടു. ദൈവത്തിന് സ്തോത്രം. നിനക്ക് ഞാനുണ്ട്, ഞാൻ മാത്രം മതി. ഇങ്ങനെയാ കർത്താവിനോട് പറഞ്ഞത്, ഫിക്സ് യുവർ ഐസ് ഓൺ മീ. അതാണ് ഞാൻ ഇന്ന് വാക്യം എടുത്തത്. യേശുവിനെ നോക്കുക. കർത്താവ് എന്നോട് വ്യക്തമായിട്ട് സംസാരിച്ചു, ഫിക്സ് യുവർ ഐസ് ഓൺ മീ. നിന്റെ നോട്ടം എങ്കിലേക്ക് ആക്കുക. സെറ്റ് യുവർ ഹാർട്ട് ഗെയ്സ് ഓൺ മീ. നിന്റെ ഹൃദയ ദൃഷ്ടി എങ്കിലേക്ക് നോക്കുക. ഗെറ്റ് റിഡ് ഓഫ് യുവർ സോൾ ഫിക്സേഷൻ. ഈ വാക്കാ ദൈവനോട് സംസാരിച്ചു. ഗെറ്റ് റിഡ് ഓഫ് യുവർ സോൾ ഫിക്സേഷൻ. ഞാൻ അതിലേക്ക് വരാം. സോൾ ഫിക്സേഷൻ ഓൺ പീപ്പിൾ ആൻഡ് തിങ്സ്. ഗെറ്റ് റിഡ് ഓഫ്. നിന്റെ മനുഷ്യരിലും സാഹചര്യങ്ങളിലും അല്ലെങ്കിൽ വസ്തുക്കളിലുമുള്ള നിന്റെ മനസ്സിൻ്റെ ഫിക്സേഷൻ അത് ഒഴിവാക്കുക. ഞാനത് മലയാളത്തിലൂടെ ഒന്ന് പറയാം. സോൾ ഫിക്സേഷനും ഹാർട്ട് ഗെയ്സും, ഇങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഹാർട്ട് ഗെയ്സ് ആണ് വേണ്ടത്, നോട്ട് സോൾ ഫിക്സേഷൻ. നമ്മുടെ മനസ്സ് ഏതിലൊക്കെ ഉടക്കി കിടക്കുന്നോ, നമ്മുടെ മനസ്സ് ഏതിലേക്ക് ചായുന്നുവോ അതിനെയാണ് നമ്മുടെ സോൾ ഫിക്സേഷൻ എന്ന് പറയുന്നത്. ഫിക്സേറ്റ് ചെയ്യുക. ഫിക്സ് എന്നുള്ള വാക്കല്ല, ഇറ്റ്സ് നോട്ട് ഫിക്സിങ്. ഫിക്സ് യുവർ ഐസ് ഓൺ ജീസസ്. പക്ഷെ ഫിക്സേഷൻ എന്ന് പറഞ്ഞ് വേറൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ, ടു ഫിക്സേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ അതിൻ്റെ ഡെഫിനിഷൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. Because I am a teacher, I teach. എവിടെയാ എഴുതിയത്? കാണുന്നില്ല. ഓക്കെ, അതായത് ഓക്കെ, അതിലേക്ക് ഞാൻ വരാം. സോൾ ഫിക്സേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഉറപ്പിക്കുന്നതിനെ സൂചിപ്പിക്കുക. മനസ്സിലായല്ലോ? സോൾ ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഉറപ്പിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. ഇപ്പം രാത്രിയുടെ യാമങ്ങളിൽ നിങ്ങൾ ഉറങ്ങാതെ കിടക്കുമ്പോഴേ മറ്റുള്ളവർ നിങ്ങളോട് കാട്ടിയ അനീതി, ദുഷ്ടത, ഇതൊക്കെ ഓർത്ത് കിടക്കാറുണ്ടോ? ചിലപ്പോഴൊക്കെ. എന്നാലും അവരെന്നോട് അത് ചെയ്തല്ലോ അന്ന്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. എന്നാലും ഇത് മനസ്സിലേക്ക് കയറി വരും. അല്ലെങ്കിൽ നമ്മെ പരിമിതപ്പെടുത്തുന്ന സാഹചര്യങ്ങളെ ഓർത്ത് വ്യാകുലപ്പെടാറുണ്ടോ? ദാറ്റ് ഈസ് സോൾ ഫിക്സേഷൻ. നിങ്ങളുടെ കഴിഞ്ഞകാല പരാജയങ്ങളോ പാപങ്ങളോ ഓർത്ത് കിടക്കാറുണ്ടോ? ദാറ്റ് ഈസ് സോൾ ഫിക്സേഷൻ. എനിക്ക് കറക്റ്റ് മലയാളം വാക്ക് കിട്ടിയിട്ടില്ല, അതുപോലെ ഞാനിത് വിശദീകരിക്കുന്നത്. ഇതിനെയാണ് സോൾ ഫിക്സേഷൻ എന്ന് പറയുന്നത്. ഈ സോൾ ഫിക്സേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആവക ചിന്തകൾ നമ്മളെ അസ്വസ്ഥരാക്കും. ഏതാ? നമ്മൾ ഈ പ്രശ്നങ്ങളിലേക്കും മനുഷ്യരിലേക്കും മാത്രം നോക്കിയാൽ, കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ പരാജയങ്ങൾ, തകർച്ചകൾ, നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ, ഇതിലേക്ക് മാത്രം നമ്മൾ നോക്കിയാൽ അത് നമ്മളെ വല്ലാതെ അസ്വസ്ഥരാക്കും. ആ വക ചിന്തകൾ നമ്മളെ ഫ്രെറ്റ് ചെയ്യും. അപ്പോൾ ഈ വചനം വായിച്ചപ്പോഴാണ് പെട്ടെന്നൊരു സങ്കീർത്തനം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്. 37-ാം സങ്കീർത്തനം, അതിൻ്റെ ആദ്യത്തെ വാക്യം. 37-ാം സങ്കീർത്തനം ആദ്യത്തെ വാക്യം ഒന്ന് ഡിസ്പ്ലേ ചെയ്യാമോ? ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും അരുത്. എന്നോട് ദൈവം പറഞ്ഞ ഒറ്റ വാക്ക് ഇതായിരുന്നു, ഡു നോട്ട് ഫ്രെറ്റ്. നീ മുഷിയരുതെന്ന. നോക്കിയേ, ആ വാക്ക് കണ്ടോ? നീ മുഷിയരുത്. എൻ്റെ മനസ്സിലൊരു മുഷിപ്പ് ഉണ്ടായി. നമുക്കിതുപോലെയാ, നമ്മുടെ സാഹചര്യങ്ങളെ നോക്കി നമ്മുടെ ഉള്ളിൽ ഒരു ഫ്രെറ്റിംഗ് ഉണ്ടാവും. ഡു നോട്ട് ഫ്രെറ്റ്, യു ഡു നോട്ട് ഫ്രെറ്റ്. നീ മുഷിയരുത്.
നിന്നെ വിളിക്കാത്തവരെ ഓർത്ത് നീ എന്തിനാ മുഷിയുന്നത്? എന്നോട് പറഞ്ഞ ദുഷ്പ്രവർത്തിക്കാരുടെ കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ല. എന്നോട് ദുഷ്പ്രവൃത്തിയൊന്നും ആരും ചെയ്തില്ല. പക്ഷെ എന്നോട് കർത്താവ് ഇങ്ങനെയാ പറഞ്ഞത്, ഡു നോട്ട് ഫ്രെറ്റ് ബിക്കോസ് ഓഫ് ഇൻസെൻസിറ്റീവ് പീപ്പിൾ. അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ കാണുമെന്നേ. നിന്നെ വിളിക്കണമെന്ന് നീ എന്തിനാ ആഗ്രഹിക്കുന്നത്? അവർക്ക് നിന്നെക്കാട്ടിലും വലിയ പ്രശ്നത്തിൽ കൂടെ ആയിരിക്കും ആ വ്യക്തി കടന്നു പോകുന്നത്. നിന്നെ ഓർത്ത് വിളിക്കാൻ സമയം കിട്ടി കാണത്തില്ല. ഡു നോട്ട് ഫ്രെറ്റ്, നീ മുഷിയരുത്. ഒത്തിരി കാര്യങ്ങൾ കർത്താവ് സംസാരിച്ചു. എന്നിട്ട് ആ സങ്കീർത്തനത്തിൽ നിന്ന് വീണ്ടും എന്നോട് ദൈവം സംസാരിച്ചത് എന്താണെന്നറിയാമോ? അതിൻ്റെ അടുത്ത വാക്യത്തിൽ, താഴോട്ടുള്ള വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. കർത്താവിൽ ആശ്രയിക്കുക. നോക്കി അവിടെ ട്രസ്റ്റ്, 4 വാക്കുകൾ അവിടെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ട്രസ്റ്റ്, ഡിലൈറ്റ്, കമ്മിറ്റ്, റെസ്റ്റ്. 4 വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്. ട്രസ്റ്റ്, ആശ്രയിക്കുക. ഡിലൈറ്റ് ദൈസെൽഫ്, സന്തോഷിക്കുക. കമ്മിറ്റ് ദൈ വേ, നിന്റെ വഴി ഭരമേൽപ്പിക്കുക. റെസ്റ്റ്, വിശ്രമിക്കുക, പ്രത്യാശിക്കുക. ആരില്ല? ഇൻ ദ ലോർഡ്, ഇൻ ദ ലോർഡ്, ഇൻ ദ ലോർഡ് എന്ന് അവിടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുക. ആ വചനം ദൈവം എന്നോട് സംസാരിച്ചു. യു കമ്മിറ്റ് യുവർ വേസ് ഇൻ ദ ലോർഡ്, അണ്ടു ദ ലോർഡ്. റെസ്റ്റ് ഇൻ ദ ലോർഡ്, ഡിലൈറ്റ് ദൈസെൽഫ് ഇൻ ദ ലോർഡ്. നീ കർത്താവിൽ ആനന്ദിക്കുക. മനുഷ്യരിലേക്കുള്ള നിന്റെ നോട്ടം മാറ്റി എന്നിലേക്ക് നോക്കുവാൻ ആ സങ്കീർത്തനത്തിൽ കൂടെ ദൈവം എന്നോട് ആവശ്യപ്പെട്ടു. സോ നമ്മുടെ ഹൃദയം കർത്താവിലേക്ക് തിരിക്കുക. മനുഷ്യരിലോട്ട് നോക്കിയാൽ, സാഹചര്യങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് നിരാശ തരും, നിരാശയെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇതിനെയാണ് സോൾ ഫിക്സേഷൻ എന്ന് പറയുന്നത്. ഈ സോൾ ഫിക്സേഷനിൽ നിന്ന് എങ്ങനെ നമുക്ക് പുറത്തു വരാൻ സാധിക്കും? സ്തോത്രം. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ എങ്ങനെയാണ് എനിക്കിത് സാധിക്കുക? അപ്പോൾ കർത്താവിനോട് പറഞ്ഞു, സ്തോത്രം, നിന്റെ ജീവിതത്തിലെ നീ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാ? നിനക്ക് ഇറിറ്റേഷൻ, മറ്റുള്ളവർ നിന്നെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോഴേ നമ്മൾ അവരെ ഓർത്ത് മുഷിയും അല്ലേ? യു ഫ്രെറ്റ്, അല്ലെങ്കിൽ യു ഫ്രെറ്റ് അബൌട്ട് പീപ്പിൾ ഹു ഇറിറ്റേറ്റ് യു. അപ്പം നമ്മളെന്താ സാധാരണ ചെയ്യുന്നത്? നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന വ്യക്തിയോട് നമ്മളും റിയാക്ട് ചെയ്യും. ഇൻസ്റ്റെഡ് യു ലുക്ക് അറ്റ് മൈ സ്വീറ്റ്നെസ്. ഞാൻ ഇറിറ്റേറ്റഡ് ആവത്തില്ല നിന്നോട്. ഐ എം ഓൾവേസ് ലവിങ്. മനുഷ്യർ നിന്നെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ, മനുഷ്യർ നിന്നോട് അൺലവിങ് ആയിട്ട് പെരുമാറുമ്പോൾ, യു ലുക്ക് അറ്റ് മൈ ലവ്. നിന്റെ നോട്ടം എങ്കിലേക്ക് മാറ്റുക. സ്തോത്രം, ഹല്ലേലൂയ. എന്നാലും അവൾ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, അവൻ എന്നോട് അങ്ങനെ പെരുമാറിയല്ലോ. നോക്കി, യു ആർ ലുക്കിംഗ് അറ്റ് ദാറ്റ് പേഴ്സൺ. ഇറ്റ് ഈസ് കോൾഡ് സോൾ ഫിക്സേഷൻ. ആ സമയത്ത് എനിക്ക് അതൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. ആ വ്യക്തിയുടെ ആ സ്വഭാവം എനിക്ക് മാറ്റാൻ ഒക്കത്തില്ല. ബട്ട് വൺ തിങ് ഐ ക്യാൻ ഡു ഇൻ ദാറ്റ് മൊമെന്റ്, ഐ ക്യാൻ ലുക്ക് അറ്റ് ദ സ്വീറ്റ്നെസ് ഓഫ് മൈ ജീസസ്. ഹല്ലേലൂയ. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. സ്തോത്രം. മനുഷ്യർ നിങ്ങളോട് ക്രൂരമായിട്ട് പെരുമാറുമ്പോൾ, കർത്താവേ നിന്റെ ദയയ്ക്കായി സ്തോത്രം. യുവർ കൈൻഡ്നസ് ലോർഡ്. മറ്റുള്ളവർ നിന്നോട് അക്ഷമരായി പെരുമാറുമ്പോൾ, കർത്താവേ നിന്റെ ക്ഷമയ്ക്കായി സ്തോത്രം. അവങ്കിലേക്ക് അങ്ങ് നോക്കുക, യേശുവിലേക്ക് നോക്കുക. യു വിൽ ഫൈൻഡ് ദ ഓപ്പോസിറ്റ് ക്യാരക്ടർ ദെയർ. സ്തോത്രം. മറ്റുള്ളവർ നിന്നോട് സെൽഫിഷായിട്ട്, സ്വാർത്ഥരായിട്ട് പെരുമാറുമ്പോൾ, കർത്താവേ യുവർ അൺസെൽഫിഷ്നെസ്, യുവർ സാക്രിഫൈസ്. മറ്റുള്ളവർ നിന്റെ അടുക്കൽ പരുഷമായിട്ട് പെരുമാറുമ്പോൾ, when people behave roughly and harshly at you, കർത്താവേ your gentleness, നിന്റെ സൗമ്യത. കർത്താവേ നോക്കി, ഇങ്ങനെ ഒരു അവസരം വരുമ്പോഴാണ് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി, യു ഫൈൻഡ് ദ ഓപ്പോസിറ്റ് ദെയർ. മറ്റുള്ളവർ നിന്നോട് നീരസം കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ നിന്റെ മനസ്സ് നീരസപ്പെടുമ്പോൾ, ഓ ലോർഡ് യുവർ കാംനെസ്, യുവർ ജെന്റിൽനെസ്. മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യണമെന്ന് നിനക്ക് തോന്നുമ്പോൾ, ഓ ലോർഡ് യുവർ ഫോർഗിവ്നെസ്. യു അഡോപ്റ്റ് ദ ഓപ്പോസിറ്റ് ആറ്റിറ്റ്യൂഡ്. വിപരീത മനോഭാവം സ്വീകരിക്കുക. ഇത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? സ്തോത്രം. ഐ ആം വെരി പ്രാക്ടിക്കൽ ഹിയർ. സ്പിരിച്വൽ പ്രാക്ടിക്കൽ പ്രിൻസിപ്പിളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ ദിവസങ്ങളിൽ ദൈവം എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇങ്ങനെയൊക്കെയുള്ള സോൾ ഫിക്സേഷൻ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ആയിരുന്നു, ഇപ്പോഴും ഉണ്ട്. അത്
ഗ്രാജുവലി നിങ്ങൾ ഒരു ദിവസം, 2 ദിവസം, ഒരാഴ്ച, ഒരു മാസം ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഉടനെ കർത്താവിലേക്ക് നോക്കുക. നിന്നെ ആരും സ്നേഹിക്കുന്നില്ലയോ? ഓ ലോർഡ്, യു ലവ് മീ. നിന്നോട് ആരെങ്കിലും ദേഷ്യപ്പെടുന്നുണ്ടോ? ഓ ലോർഡ്, ഓ യു ആർ സോ കൈൻഡ് അറ്റ് മീ. അതിൻ്റെ ഓപ്പോസിറ്റ് എൻ്റെ കർത്താവിൽ നിന്ന് എനിക്ക് ലഭിക്കുമെന്നേ. സോ വൈ ഡു യു ഫ്രെറ്റ് അബൌട്ട് അതർ പീപ്പിൾ? മറ്റുള്ളവരെ ഓർത്ത് നമ്മൾ മുഷിയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നമ്മൾ കർത്താവിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ടേ ഇരുന്നാൽ നമ്മുടെ സ്വഭാവം അങ്ങ് മാറാൻ തുടങ്ങും. You become sweet. You will become unselfish. You will become kind. You will become generous. You will become soft. You will become gentle and calm and sweet. ഇതാണ് കർത്താവിൻ്റെ സ്വഭാവം. ഇങ്ങനെയാണ് കർത്താവിൻ്റെ സ്വഭാവം നമ്മളിലേക്ക് വരുന്നത്. അല്ലാതെ ഞാൻ എത്ര കടന്ന് ശ്രമിച്ചാലും പറ്റത്തില്ല. യു ലുക്ക് അറ്റ് ജീസസ്. യുനോ, ഈ യേശുവിലേക്ക് നമ്മളിങ്ങനെ നോക്കുമ്പോൾ അവൻ്റെ സ്വഭാവം നമ്മളിലേക്ക് പകരപ്പെടും. ഹൗ മെനി ഓഫ് യു വാണ്ട് ടു ബി ലൈക്ക് ജീസസ്? ആ യേശുവിനെ പോലെ ആയിത്തീരണ്ടേ നമുക്ക്? ഈ ലോകത്തിൽ നമുക്ക് അങ്ങനെ ഒന്ന് എൻ്റെ കർത്താവിൻ്റെ ആ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ, കർത്താവിൻ്റെ ദയ, കർത്താവിൻ്റെ കാരുണ്യം, അത് എൻ്റെ ഉള്ളിൽ എന്നാ ഇനിയും വരുന്നത്? ഞാൻ വിചാരിക്കുമായിരുന്നു, ഐ എം 65+ now. When am I going to be loving as Jesus? When am I going to be as kind as Jesus? സോ നിങ്ങളെ ദൈവം ഒരു പ്രതികൂലത്തിൽ കൂടെ കടത്തി വിടുന്നുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥകൾക്ക് അതിൻ്റെ പിറകിൽ ദൈവത്തിന് ഇങ്ങനെ ഒരു വലിയ പദ്ധതി ഉണ്ട്. ഹല്ലേലൂയ. അതിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിചാരിക്കാത്ത ചില നന്മകൾ, ചില അനുഗ്രഹങ്ങൾ, ചില ആത്മീക അഭിവൃദ്ധി ഉണ്ടാകും. ഞാൻ ഭൗതിക നന്മകളെക്കുറിച്ചല്ല പറയുന്നത്. അത് വേണ്ട സമയത്ത് ദൈവം തന്നോളും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പൂർണ്ണമായ കർത്താവിൻ്റെ നമ്മളെക്കുറിച്ചുള്ള ഹിതം, ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഹിതം തൻ്റെ പുത്രനായ യേശുവിനെ പോലെ ഞാൻ ആയിത്തീരുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. These days church should realize this. നമ്മുടെ ആവശ്യങ്ങളൊക്കെ ദൈവം നിറവേറ്റി തന്നോളും. You know, God has just one answer to all our problems. നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും ദൈവത്തിന് ഒരൊറ്റ മറുപടിയേ ഉള്ളൂ, ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. എന്തുവാ അത്? Total occupation with his lovely son. Total occupation with his lovely son. എന്താ occupation എന്ന് പറഞ്ഞാൽ? അതും വേറെ അർത്ഥമാണ്. നോട്ട് തൊഴിലെന്നുള്ള അർത്ഥമല്ല. To occupy, to get occupied എന്ന് പറഞ്ഞാൽ to get immersed, to immerse yourself, to get busy with, to experience, to stay tuned, to take possession. അതിനാ occupation എന്ന് പറയുന്നത്. To take possession. Total occupation with Jesus. യേശുവിങ്കിൽ പൂർണ്ണമായിട്ടും വസിക്കുക, യേശുവിൽ അങ്ങ് ഇമ്മേഴ്സ്ഡ് ആകുക. സ്തോത്രം. അതാ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മളെ ഓരോരുത്തരെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന അതാ, ടോട്ടൽ ഓക്യുപ്പേഷൻ വിത്ത് ഹിസ് സൺ. അതിനാ യേശുവിനെ എനിക്ക് തന്നത്. നമുക്ക് യേശുവിനെ തന്ന അതിനാ, അവനിൽ പൂർണ്ണമായിട്ടും വസിക്കുന്നതിന് വേണ്ടി, അവനിൽ പൂർണ്ണമായിട്ടും നിമഗ്നരാകുന്നതിന് വേണ്ടി, ഇമ്മേഴ്സ്ഡ് ആകുന്നതിന് വേണ്ടി. ഹല്ലേലൂയ. എത്ര പേര് ഇത് ആഗ്രഹിക്കുന്നുണ്ട്? സ്തോത്രം. യേശുവാണ് നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രവും ഉറവിടവും. He is the source, he is the center and source of our living. നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം കർത്താവിന് കൊടുക്കണം. Praise the Lord. ഞാൻ ഈ പറയുന്നത് വലിയ കാര്യങ്ങളൊന്നുമല്ല, ചെറിയ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ ഒരുപക്ഷെ നിങ്ങളിത് അധികം കേട്ടിട്ടുണ്ടാവില്ല. എൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം കർത്താവിന് കൊടുക്കണം. അത് അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പം നമ്മൾ കർത്താവിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള അനുവാദം കൊടുക്കും. കർത്താവേ, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഇപ്പം മാറ്റി തന്നോണം. എന്നാൽ കർത്താവിനോട് പറയും, കർത്താവേ, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഐ ഗിവ് യു ദ ഫ്രീഡം. കർത്താവേ, നിനക്ക് ഞാൻ ആ സ്വാതന്ത്ര്യം തരുന്നു. എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ഒരു രോഗമുണ്ട്, ഐ ഗിവ് മൈസെൽഫ് ടു യു. യു ഹാവ് ദ ഫ്രീഡം to do whatever you want me to do, or whatever you want to do in my life. എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നത് ചെയ്യാൻ ഞാനിതാ ഏൽപ്പിച്ചു തരുന്നു കർത്താവേ എന്ന് പറഞ്ഞൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഹല്ലേലൂയ.
നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യം ഒന്നും വിട്ടുകൊടുക്കാതെ ഈ ദൈവത്തിന് നമ്മളിൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ ആ ദിവസങ്ങളിൽ കൂടെ കടന്നു പോയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പിടിച്ചു വെച്ചിരുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വിട്ടുകൊടുക്കാത്തതുണ്ടായിരുന്നു. അതൊക്കെ വിട്ടുകൊടുത്തു. കംപ്ലീറ്റ് ഫ്രീഡം. I gave Jesus the freedom to do whatever he wants me to do, whatever he wants to do in my life. ആ ഫ്രീഡം വിട്ടുകൊടുത്തിട്ടുണ്ടോ? അതോ ഞാൻ ഇപ്പോഴും പിടിച്ചു വെച്ചിരിക്കുകയാണോ? നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം കർത്താവിന് നൽകുക. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ സകലതും അവങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ചിലർ ചോദിക്കുക, ഇങ്ങനെ നമ്മൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ if we ignore our problems, will they go away? അത് ആ പ്രശ്നങ്ങൾ മാറിപ്പോകുമോ? ചിലപ്പോൾ മാറിപ്പോയേക്കാം, ചിലപ്പോൾ മാറിപ്പോകത്തില്ല. ചിലപ്പോൾ ചില അസുഖങ്ങൾ ശരീരത്തിൽ കാണും. പൗലോസിനോട് കർത്താവ് പറഞ്ഞതാ. പൗലോസ് പറഞ്ഞു, ഇങ്ങനെ ശരീരത്തിൽ ഒരു ശൂലമുണ്ടെന്ന് മാറ്റി തരണേ. പല പ്രാവശ്യം പ്രാർത്ഥിച്ചു. ഇല്ലാതെ അവിടെ ഇരുന്നോട്ടെ, എൻ്റെ കൃപ നിനക്ക് മതി. ഞാൻ വിചാരിക്കുന്നു ആ ശൂലം ഇരുന്നത് കൊണ്ടാണ് പൗലോസ് ഏറ്റവും വലിയ ശുശ്രൂഷ ചെയ്തത്. സ്തോത്രം. നിനക്ക് തിന്മയെന്ന് തോന്നുന്നത്, ശൂലമെന്ന് തോന്നുന്ന ചിലതിനെയൊക്കെ ദൈവം നിന്റെ അനുഗ്രഹത്തിന് വേണ്ടി മാത്രമല്ല, അനേകർക്ക് അനുഗ്രഹമാകുവാൻ ദൈവം അതിനെ ഉപയോഗിക്കും. ഹല്ലേലൂയ, സ്തോത്രം. So don't waste your cancer. Don't waste your cancer. അത് മറ്റൊരു ദൂത് കർത്താവ് തരിക. സ്തോത്രം. If you have a problem, see, ദൈവം ഒന്നും പാഴാക്കത്തില്ല. ആമേൻ. ഞാൻ പറയും, ഈ ലോകത്തിലെ ഏറ്റവും വലിയ മൈസർ ആരാന്ന് ചോദിച്ചാൽ ദൈവമാണ്. എന്ന് പറഞ്ഞാൽ ഒന്നും പാഴാക്കുന്ന ദൈവമല്ല. സ്തോത്രം. പാഴും ശൂന്യമായതിനെ എന്ത് ചെയ്തു? പുനഃസൃഷ്ടി നടത്തിയ ദൈവമാ. സ്തോത്രം. നമ്മൾ ആദ്യം പാഴെടുത്തൊന്നും ചെയ്യത്തില്ല. റീസൈക്ലിംഗ് ഒക്കെ ഉണ്ട്. സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ ഞാൻ പാഴെന്ന് വിചാരിച്ച, അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് വിചാരിക്കുന്നതും ദൈവം എടുത്ത് അത് നന്മയ്ക്കാക്കി മാറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, God does not waste anything. ഹല്ലേലൂയ. നിന്റെ ജീവിതം ദൈവത്തിന് ഇനിയും പണിയാൻ ബാക്കി ഏറെയുണ്ട്. ഹല്ലേലൂയ. So don't waste anything. Don't waste your cancer. Don't waste your liver disease. Don't waste your problems. ദൈവം ഈ പ്രോബ്ലംസ് എടുത്ത് നിന്റെ അനുഗ്രഹത്തിനാക്കി മാറ്റും. സ്തോത്രം. So total occupation with his son. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പൂർണ്ണമായിട്ടും നമ്മുടെ ഹൃദയവും നമ്മുടെ ശരീരവും നമ്മുടെ ജീവിതവും കർത്താവിന് വിട്ടുകൊടുക്കുക. A.W. ടോസർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഫെയ്ത്ത് ഈസ് അവർ ഗെയ്സ് അപ്പോൺ എ സേവിങ് ഗോഡ്. രക്ഷിക്കുന്ന ദൈവത്തിങ്കിലേക്കുള്ള സ്ഥിരമായ നോട്ടമാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് എ വൺ ടൈം ആക്ട്. അത് ഒരിക്കലായിട്ട് നമ്മൾ യേശുവിലേക്ക് നോക്കി രക്ഷ പ്രാപിച്ചു, പിന്നെ ഒന്നുമല്ല, പോവുകയല്ല, പിന്നെയോ കണ്ടിന്യൂസ്ലി ലുക്കിംഗ് അറ്റ് ജീസസ്. ദാറ്റ് ഈസ് ഫെയ്ത്ത്. പണ്ട് പാസ്റ്റർ പറഞ്ഞ പോലെ ഈ ഫെയ്ത്ത് ഫെലോഷിപ്പ് അല്ലേ, ലൈഫ് ഫെലോഷിപ്പ്, ലൈഫിൻ്റെ ഫുൾ ഫോം പറഞ്ഞപ്പോഴാണ് എനിക്കത് സ്ട്രൈക്ക് ചെയ്തത്. ലിവിങ് ഇൻ ഫെയ്ത്ത് എവറി ഡേ. ആമേൻ. LIFE, living in faith every day. അങ്ങനല്ലേ? Praise the Lord. So that is faith, not a one time act. ഒരിക്കലായിട്ട് നമ്മൾ വിശ്വസിച്ചു അല്ല, യേശുവിലേക്ക് സ്ഥിരം എപ്പോഴും നോക്കുന്നതാ വിശ്വാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ യേശുവിലേക്ക് നോക്കുമ്പോൾ, ഞാൻ പറയട്ടെ, നമ്മൾ യേശുവിലേക്ക് നോക്കി ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ? സ്തോത്രം. നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ ദൈവം നമ്മളിൽ ചെയ്തെടുക്കും. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ചില പാപ സ്വഭാവങ്ങളെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി ഒത്തിരി ശ്രമങ്ങൾ നടത്തി. പരാജയമാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഒരു പക്ഷേ അതുമായിട്ട് താതാത്മ്യപ്പെടുത്താൻ കഴിയും. ഈ ഒരു പ്രശ്നം, ഈ ഒരു സ്വഭാവം എന്നിൽ നിന്ന് മാറ്റണേ. ഞാനിങ്ങനെ അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തി, മാറിയില്ല. എൻ്റെ സ്വഭാവം ഇപ്പോഴും അത് തന്നെയാണ്. പക്ഷേ യേശുവിലേക്ക് മാത്രം ഞാൻ നോക്കിയിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ? When you okay, I'll read it. The man who has struggled to purify himself and has had nothing but repeated failures will experience real relief when he stops tinkering with his soul and looks away to the perfect one. എന്നിലൊരു മാറ്റം വരുത്താൻ ഞാൻ ശ്രമിച്ചാൽ നടക്കത്തില്ല. എന്നാൽ അവങ്കിലേക്ക് നോക്കി
യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി എപ്പോഴും കർത്താവേ എന്നുള്ള ആ ഒരു വിളിയോട് ഇരുന്നാൽ നീ ശ്രമിച്ചിട്ട് ഒരിക്കലും മാറ്റാൻ കഴിയാത്ത നിന്റെ സ്വഭാവത്തിൻ്റെ ചില പ്രത്യേകതകളെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം. എൻ്റെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. എൻ്റെ വിൽ പവർ കൊണ്ട് നടക്കാത്തത് എൻ്റെ ദൈവത്തിൻ്റെ കൃപയാൽ അത് നടക്കും. ദൈവത്തിന് സ്തോത്രം. While he looks at Christ, the very things he has so long been trying to do will be getting done within him. ഞാൻ നാളുകളായി ശ്രമിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ പരാജയപ്പെട്ടപ്പോൾ ദൈവത്തിങ്കിലേക്ക് നോക്കിയാൽ ആ കാര്യങ്ങളെല്ലാം ദൈവം എൻ്റെ ഉള്ളിൽ തന്നെ ചെയ്തെടുക്കാൻ തുടങ്ങും. സ്തോത്രം. ഞാനൊന്നും ചെയ്യണ്ട, ഞാൻ എൻ്റെ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി എപ്പോഴും. ഞാൻ പറഞ്ഞില്ലേ, ഗ്ലാൻസ് അല്ല, ഗെയ്സ്. വല്ലപ്പോഴും നോക്കുന്നവർക്ക് ഇത് നടക്കത്തില്ല. ഇഫ് യു കോൺസ്റ്റന്റ്ലി കണ്ടിന്യൂസ്ലി ലുക്ക് അറ്റ് ജീസസ്, യേശു അത് എൻ്റെ ഉള്ളിൽ ചെയ്തെടുക്കും. അറിയാത്ത കാര്യങ്ങൾ എന്നെ പഠിപ്പിക്കും. ഒരിക്കലും എന്നെ കൊണ്ട് സാധിക്കത്തില്ലെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ എന്നിൽ കൂടെ ദൈവം ചെയ്യും. ഞാൻ എന്നിൽ ഇച്ഛിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് പിന്നെ ദൈവമായിരിക്കും. ഹല്ലേലൂയ. ഇപ്പം ഞാൻ ചിലതൊക്കെ ഇച്ഛിക്കുന്നു, ഞാനത് പ്രവർത്തിക്കുന്നു, അതിന് പരിമിതികളുണ്ട്. എന്നാൽ ഞാൻ എൻ്റെ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി ജീവിച്ചാൽ ഞാൻ ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഞാനല്ല, പിന്നെയോ എന്നിൽ വസിക്കുന്ന യേശു ആയിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ ഒരു ജീവിതത്തിനായിട്ട് നമുക്ക് കൊതിക്കാം. സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. We must see that all things, problems, pressures, people, circumstances, conditions, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട് അല്ലേ? പ്രശ്നങ്ങൾ, സമ്മർദ്ദങ്ങൾ, ആളുകൾ, മനുഷ്യര്, സാഹചര്യങ്ങൾ, അവസ്ഥകൾ, all must be evicted from center stage. എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് ഞാൻ ഇതിനെയെല്ലാം പ്രതിഷ്ഠിച്ചിരിക്കുക. ഇതെല്ലാം അവിടുന്ന് മാറിപ്പോട്ടെ. സ്തോത്രം. എൻ്റെ ജീവിതം ഒരു മേശപ്പുറമാണെന്ന് വിചാരിച്ചു. ഒരു മേശ. അതേപോലെ ഞാൻ ഇതെല്ലാം ഇങ്ങനെ വെച്ചിരിക്കുക. എന്തൊക്കെയാ? എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ പ്രയാസങ്ങൾ, എൻ്റെ സമ്മർദ്ദങ്ങൾ, എൻ്റെ അസുഖങ്ങൾ, എൻ്റെ രോഗങ്ങൾ, മനുഷ്യർ, സാഹചര്യങ്ങൾ എല്ലാം വെച്ചിരിക്കുക. ഇതിനെല്ലാം അങ്ങെടുത്ത് മാറ്റണം. എന്നിട്ട് ആ സ്ഥാനത്ത് ആരെ വെക്കണം? യേശുവിനെ വെക്കണം. സ്തോത്രം. ഇനിയും വേറെ ചിലത് മാറ്റണം. എന്താണെന്നറിയാമോ? വർത്ത് വൈൽ കോസസ്. നമുക്ക് നല്ലതെന്ന് തോന്നുന്നു. എൻ്റെ മിനിസ്ട്രി, എൻ്റെ ചർച്ച്, എൻ്റെ കുടുംബം, എൻ്റെ ജോലി, ഇതൊക്കെ നല്ലതല്ലയോ? അതും സെൻട്രൽ സ്റ്റേജിൽ ഇരിക്കുക. അതും മാറ്റണം. അതൊക്കെ മാറിപ്പോകട്ടെ. എവറിഥിങ് ഷുഡ് ഗോ അവേ. ഓൾ മസ്റ്റ് ബി എവിക്റ്റഡ് ഫ്രം സെൻട്രൽ സ്റ്റേജ് ആൻഡ് വി വിൽ ഡെവലപ്പ്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോൾ ഫിക്സേഷൻ വരും. നമ്മുടെ മനസ്സ് ഇതിലെല്ലാം ആയിപ്പോകും. എൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ ഞാൻ പ്രതിഷ്ഠിച്ചിരിക്കുന്നതിൻ്റെ യേശു ആയിരിക്കണം. ബാക്കി എല്ലാം അവിടുന്ന് മാറ്റിയിട്ട് അതൊക്കെ ഇരുന്നോട്ട്, പക്ഷേ സെൻട്രൽ വേണ്ട. ഞാൻ എപ്പോഴും നോക്കുന്നത്, ഞാൻ അവൻ്റെ മുഖമായിരിക്കണം കാണുന്നത്. എപ്പോഴും അവൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുക, എപ്പോഴും അവനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും അവനെ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെയാകുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ രൂപാന്തരം കർത്താവ് ചെയ്യും. ഈസ് ജീസസ് ദ സെൻട്രൽ സ്റ്റേജ് ഓഫ് യുവർ ലൈഫ്? ഈസ് ഹി ഓൺ ദ സെൻട്രൽ സ്റ്റേജ് ഓഫ് യുവർ ലൈഫ്? എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദു കർത്താവാണോ? അല്ലല്ലോ, അല്ലല്ലോ. എൻ്റെ ജീവിതത്തിൽ അല്ലായിരുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദു കർത്താവ് അല്ലായിരുന്നു. പക്ഷേ ഈ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദു കർത്താവ് ആക്കുവാൻ എന്നെ സഹായിച്ചു. നമ്മുടെ ഹൃദയം എവിടെയിരിക്കുന്നു? വേർ ഈസ് മൈ പ്രൈമറി ഇൻട്രസ്റ്റ്? ആ രോഗക്കിടക്കയിൽ, ആശുപത്രി കിടക്കയിൽ വെച്ച് ദൈവം എന്നെ തന്നെ ഒന്ന് പരിശോധിക്കുവാൻ എനിക്കൊരു അവസരം തന്നു. എന്നോട് കർത്താവ് ഇങ്ങനെ ചോദിച്ചു, വേർ ഈസ് യുവർ പ്രൈമറി ഇൻട്രസ്റ്റ്? നിന്റെ പ്രധാന താല്പര്യം എന്താ? ഈസ് ഇറ്റ് യുവർ ഫാമിലി ഓർ യുവർ ഗോഡ്? നിന്റെ കുടുംബമാണോ നിന്റെ ദൈവമാണോ? കുടുംബം വേണ്ടേ? കുടുംബം വേണം. പക്ഷെ ദൈവം കഴിഞ്ഞേ ഉള്ളൂ കുടുംബം. ഈസ് ഇറ്റ് മൈ ബിസിനസ് ഓർ മൈ ഗോഡ്? ഈസ് ഇറ്റ് മൈ ജോബ് ഓർ മൈ ഗോഡ്? Is it my church or my God? പലപ്പോഴും നമുക്ക് പറ്റുന്ന ഈ സുവിശേഷ വേലയിൽ, കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവർക്ക് അവരുടെ ചർച്ചാണ് അവർക്ക് ഏറ്റവും വലുത്.
കർത്താവല്ല. അത് മാറണം. It's not your church. It's my God. It's not my ministry. It's my Lord. എൻ്റെ ശുശ്രൂഷയല്ല, എൻ്റെ കർത്താവാ. സ്തോത്രം. It's not my faith. It's my Christ. പലരും പറയാറുണ്ട് എൻ്റെ വിശ്വാസം. No, it's not your faith. It's your Christ. It's your Lord. ഇനി ഞാൻ പറയട്ടെ, it's not my healing. എൻ്റെ സൗഖ്യം പോലുമല്ല, എന്നെ സൗഖ്യമാക്കുന്നവനാ എനിക്ക് വലുത്. Hallelujah. It's not my health. It's my health giver. It's my healer. Amen. It's not even my blessing. എൻ്റെ അനുഗ്രഹവുമല്ല എനിക്ക് വലുത്, എന്നെ അനുഗ്രഹിക്കുന്നവനാ എനിക്ക് വലുത്. Hallelujah. Praise the Lord. Can we make this change this morning? ഇന്ന് പകൽക്കാലം ഈ ഒരു മാറ്റം എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? You are free to choose. You are free to choose your family and leave God. Give him a secondary place. പക്ഷെ ഞാൻ പറഞ്ഞത്, if only he becomes the center of your life, then God can do something in your life. Hallelujah. സ്തോത്രം. അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മളെ അതിന് സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്, വാക്യം നമ്മളെടുത്ത വാക്യം 12-ാം അധ്യായം എബ്രായർ 12:2, യേശുവിനെ നോക്കുക. ക്രിസ്ത്യൻ ലൈഫ് is a journey from soul fixation on things and people to heart gaze upon the Lord Jesus Christ. ഇതാണ് ഇന്നത്തെ എൻ്റെ പ്രസംഗത്തിൻ്റെ സന്ദേശത്തിൻ്റെ രത്നച്ചുരുക്കം. എന്താണ്? Christian life is a journey from soul fixation on things and people to heart gaze upon the Lord Jesus Christ. നമ്മളെല്ലാം അതിൻ്റെ ഏതോ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ്. പലതിലും മനസ്സുടക്കി കിടക്കുക. പല കാര്യങ്ങളിലെ, മനുഷ്യരിലെ, വ്യക്തികളിലെ, സാഹചര്യങ്ങളിലെ, അവസ്ഥകളിലെ, വസ്തുക്കളിലെ, ഇതൊക്കെ നമ്മുടെ മനസ്സുടക്കി കിടക്കുക. അവിടെ നല്ല നമുക്ക് മുൻപോട്ട് പോകാം പ്രിയമുള്ളവരെ. അവിടെ നല്ല നമുക്ക് മുൻപോട്ട് പോയിട്ട് യേശുവിൽ മാത്രം നമ്മുടെ ജീവിതത്തിൻ്റെ നങ്കൂരം ഉറപ്പിക്കുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ സെൻട്രൽ സ്റ്റേജായിട്ട് കർത്താവ് മാറുന്ന ഒരനുഭവത്തിലേക്ക് വരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. യേശുവിൽ മാത്രം നോട്ടം ഉറപ്പിച്ചുകൊണ്ട് എൻ്റെ ആഗ്രഹം ഞാൻ പറയട്ടെ, മരിക്കുമ്പോഴേ, ഈ നമ്മൾ സാധാരണ മരിക്കുമ്പോൾ ആളുകൾ കേട്ടിട്ടുണ്ട്, ചുറ്റുപാട് വെള്ളമൊക്കെ നോക്കിയിട്ട് എല്ലാം വിട്ടിട്ട് പോകുന്നു. എനിക്കും ആ ഒരു അനുഭവം പോലെ ആശുപത്രിയിൽ വെച്ച് ഉണ്ടായി. ഇനി തിരിച്ചു വരുമോ കഴിച്ചിട്ട് എൻ്റെ മനസ്സങ്ങും അല്ലാതെ ആദ്യത്തെ ഒരു അനുഭവമല്ലേ. പല സർജറികൾ കഴിഞ്ഞവരാണെങ്കിൽ ഇതങ്ങ് പോവും. ഇപ്പം എന്നോട് പറയുന്നുണ്ടോ ഇത് സാരമില്ലെന്നേ, ഇതൊക്കെ കഴിയും. പക്ഷേ നമ്മുടെ ആദ്യത്തെ അനുഭവം ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി ഈ അനസ്തേഷ്യ തന്ന് ജനറൽ അനസ്തേഷ്യ തന്നത്, അതൊക്കെ അതിനകത്തുനിന്ന് ഞാൻ ഇനി ഉണർന്നില്ലേ എന്തോ ചെയ്യും, അയ്യോ എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ഭാരപ്പെടുത്തുക. അപ്പം അടുത്തൊന്നും ആരുമില്ല. രാവിലെ അവർ വന്നൊരു സ്ട്രെച്ചറിൽ എടുത്തിട്ടുണ്ടോ, ഒറ്റ പോക്ക്. ഞാനങ്ങ് വെരുണ്ടുപോയി. അടുത്തും ആരുമില്ല. എൻ്റെ ഭാര്യ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു, ആരുമില്ല അടുത്ത്. അപ്പം ഞാൻ വിചാരിച്ച് തീർന്നെന്ന്. അപ്പോൾ എന്നെ സ്ട്രെച്ചറിൽ കൊണ്ടുപോയ 2 പെൺപിള്ളേരുണ്ടായിരുന്നു, കുഞ്ഞുങ്ങൾ. അവർ ചോദിക്കുക, അയ്യോ അങ്ങളെന്തിനാ വിഷമിക്കുന്നത്, അങ്ങളെന്തിനാ കരയുന്നത്, അങ്ങളുടെ കണ്ണിൽ കൂടെ കണ്ണുനീര് വരുന്നു. ഞാൻ പറഞ്ഞത് പ്രിയമുള്ളവരെ, ഈ ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോയപ്പോഴേ എന്നെ ദൈവം ഇതെല്ലാം പഠിപ്പിച്ചു. നിന്റെ സോൾ ഫിക്സേഷനാ. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, എനിക്കിപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ കർത്താവിൻ്റെ മുഖം ദർശിച്ചുകൊണ്ട് മരിക്കണം. മറ്റുള്ളതിലേക്കൊന്നും നോക്കാതെ, ഇപ്പം മക്കളുണ്ടെങ്കിൽ മക്കളിലേക്ക് നോക്കാതെ, ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളിലേക്ക് ഞാൻ പോവാണോ, കർത്താവിൻ്റെ മുഖം മാത്രം ദർശിച്ചുകൊണ്ട് അവൻ്റെ കരം പിടിക്കും. അവൻ നമ്മുടെ കരത്തെ പിടിക്കുമ്പോഴേ അങ്ങനെ അങ്ങ് കർത്താവിൻ്റെ കൂടെ പോകാനായി ഇപ്പോൾ ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സോ യേശുവിൽ മാത്രം നോട്ടം ഉറപ്പിച്ചുകൊണ്ട് ഈ ലോകം വിട്ടു പോകുവാൻ നമുക്ക് ആഗ്രഹിക്കാം. സ്തോത്രം. സോൾ ഫിക്സേഷനിൽ നിന്ന്, എല്ലാവിധ സോൾ ഫിക്സേഷനിൽ നിന്നും കർത്താവെ ഞങ്ങളെ വിടുവിച്ച് നിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.